ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ശരിക്കും ഉറങ്ങി ഗൈസ്. നല്ലപോലെ ഉറങ്ങി. ഇന്ന് രാവിലെ എന്നിട്ട് എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ ഫോണോ ഒരു കോളോ ഒന്നും വരാത്തതുകൊണ്ട് ഉമ്മച്ചി എന്നെ ആരും വിളിച്ചില്ല. അവിടെ ശരിക്കും ഉറങ്ങി. അതുകൊണ്ട് എൻ്റെ ആ ഒരു തലകറക്കം, ആ സീൻ അതങ്ങ് മാറിയിട്ടാ. നല്ല കുറവുണ്ട്. ഐ ഫീൽ സോ മച്ച് ബെറ്റർ. അപ്പോൾ എനിക്ക് ഉറങ്ങാഞ്ഞത് കൊണ്ടായിരിക്കും കംപ്ലീറ്റ്ലി ഡിസ്ട്രക്റ്റഡ് ആയിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാത്ത കാരണം ബാലൻസും വയറിനും ഒക്കെ ഫുള്ളങ്ങ് പ്രശ്നമായിരുന്നു. ബട്ട് ഐ ഫീൽ സോ ഗുഡ് റൈറ്റ് നൗ. അപ്പോൾ അതാണത്. അപ്പോൾ എണ്ണീച്ച സമയം എന്ന് പറയുന്നത് 1 മണി കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഞാൻ ആദ്യമായിട്ടൊന്ന് 1 മണി എണ്ണീച്ചത് ഭയങ്കര സന്തോഷം. വീട്ടിൽ നിന്ന് ആരും വിളിക്കുക പോലും ചെയ്തില്ലായിരുന്നു. കാരണം എനിക്ക് അത്രക്കും വയ്യായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇങ്ങനെ തല തിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എന്തുവായത് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം ഞാൻ ഫോണിലല്ലേ ചെയ്യണത്, എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഒത്തിരി നേരം അതിലോട്ട് നോക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം എല്ലാം ശരിയായിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാം ഗൈസ്. ഞാൻ ഫുഡ് കാണിച്ചു തരാം. ഫുഡ് അടിപൊളി ഫുഡാണ് ഗൈസ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആവോലി മുളകരച്ചത്, കപ്പപ്പുഴുക്ക്, എന്നിട്ട് തേങ്ങയും നല്ല മുളകൊക്കെ ഇട്ട പച്ചമുളകില്ലേ അതൊക്കെ ഇട്ട കപ്പപ്പുഴുക്കും, പിന്നെ ഇത് നമ്മുടെ തൈരും, പിന്നെ മാങ്ങയിട്ട മുളകരച്ച കറിയായിരുന്നു കേട്ടോ. പിന്നെ ഇതൊന്നല്ല താരം, നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു ഗേസ്. എൻ്റെ ഉമ്മാക്ക് ഈ കോംബോ കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്ന് അറിയത്തില്ല. നമ്മുടെ കോംബോ ഓഫർ ഇടുക എന്നറിയില്ല, അതുപോലെ ഉമ്മച്ചി ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കണത് എപ്പോഴും കറക്റ്റായിട്ടുള്ള കോംബോ തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യും. ആ മീനും പിച്ചി, ആ തൈരും കപ്പയും കുഴച്ച് മാങ്ങയും കുഴച്ച് ചോറിനകത്തോട്ടൊരു പൊരിച്ച് ചെമ്മീനും കൂടെ വെച്ചിട്ടൊരു കഴിക്കണം ഗൈസ്. ഇത് ലിറ്റിൽ സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലിറ്റിൽ സ്വർഗമായിരുന്നു. ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ. ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് തൊടുപുഴയ്ക്ക് പോയിട്ട് എൻ്റെ ടേസ്റ്റ് ബഡ്സൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ മനസ്സിലായി ചാടി എണ്ണീച്ചിട്ട് തുള്ളായിരുന്നു കേസ്. ഈ ഫുഡ് വായിലോട്ട് വെച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ക്യാമറയിലോട്ട് നോക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫുഡ്. ഞാൻ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഭക്ഷണം കഴിക്കണം വീഡിയോ ഇട്ടിട്ട് നിങ്ങളെല്ലാവരെയും കൊതിപ്പിക്കും. ഇത് ഒരു സന്തോഷം കേസ്, ഒരു സന്തോഷം ഗൈസ്. ഞാനിപ്പോൾ ഒരു കൺസീലറിൻ്റെ റിവ്യൂടെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്, ഇൻസൈറ്റിൻ്റെത്. എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മേടിച്ചു തന്നെ, കാരണം ഭയങ്കര അഫോർഡബിൾ ആണ് ഗൈസ്. ആകെ എനിക്ക് തോന്നുന്നൊരു 102 റുപ്പീസിനാണ് എനിക്കത് കിട്ടിയത്. അതാണ് ഈ 2 ഷെയ്ഡ്. അപ്പം ഞാൻ അതിൻ്റെ ഷോർട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷോർട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും എൻ്റെ ഒരു വ്യൂവർ റെക്കമെൻഡ് ചെയ്ത ഷെയ്ഡാണ്, മാറ്റ് ലുക്കിൻ്റെ. ഇതും ഭയങ്കര അഫോർഡബിൾ ആണ്. സോ 2ൻ്റെ ഷോർട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവരി വൺ പ്ലീസ് ചെക്ക് ഔട്ട്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. എനിക്ക് ആ ബാലൻസിൻ്റെ പ്രോബ്ലം പോയോടെ ഭയങ്കര സന്തോഷവും സമാധാനവും. അവിടെ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്താണ് നിങ്ങളുടെ വിശേഷം എന്നൊക്കെ പറയൂ. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? പിന്നെന്താണ് ഇനി എന്താ പരിപാടി ഗൈസ്? എനിക്ക് അറിയാൻ പാടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ നടക്കും. അതാണത് ഗൈസ്. ഞാനിപ്പോൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ കേസിൻ്റെ കവർ എവിടെ നിന്നാന്ന്. ഫോൺ കേസ് നമ്മുടെ മെറൈൻ ഡ്രൈവില്ലേ കൊച്ചിയിലത്തെ, അവിടെ ഒരു ദിവസം ഫാമിലിയായിട്ട് പുറത്തു പോയ ടൈമിൽ എനിക്ക് അവിടെ ഇങ്ങനെ സൈഡിൽ വിൽക്കണമല്ല, കുറച്ച് കടകളുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കിത് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേസ്. എനിക്ക് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴല്ലേ എന്ന് ഇങ്ങനെ കൊണ്ടുനടക്കുന്ന സമയത്ത് ഈ സാധനം അങ്ങ് ഇറങ്ങിപ്പോയി വീഴും. അതുകൊണ്ട് എൻ്റെ ഈ ഫോൺ കേസിൻ്റെ 4 വശത്തായിട്ട് കുറച്ച് കട്ടിക്കൊരു ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പോൾ വീണാൽ തന്നെയും വലിയ സീൻ ഉണ്ടാകത്തില്ല. ഫോണിനൊന്നും പറ്റില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ കാർഡ് ഒന്ന് ക്രാക്ക് ആവുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എത്ര തവണ എൻ്റെ അടുത്ത് നിന്ന് വീണിട്ടുണ്ടെന്നറിയോ. പക്ഷേ സ്ക്രീനിൽ ചില സമയം ക്രാക്ക് വീഴുന്നല്ല, പക്ഷെ അത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് ഞാൻ വിചാരിക്കാതെ. കാരണം അത്രയ്ക്കുള്ള വീഴ്ചയാണ് എൻ്റെ ഫോൺ വീഴാറുള്ളത്. ഇങ്ങനെ വീണിട്ട് നേരെ ഇങ്ങനെ കമന്ന് കിടക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഈ സാധനം കുറച്ച് തള്ളിയിരിക്കണ കാരണം കറക്റ്റ് ആ കവർ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ ഫോണിന് കാര്യമായിട്ടുള്ള തകരാറൊന്നും പറ്റത്തില്ല ഗൈസ്. എന്നോട് ഒത്തിരി പേര് മേബിലീൻ്റെ ഷെയ്ഡുകൾ ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട് മേബിലീൻ ബോയ്ക്കോട്ട് ലിസ്റ്റിലുള്ളത് കാരണം നമ്മൾ മേബിലീൻ്റെ പ്രൊഡക്ട്സ് ഒന്നും ട്രൈ ചെയ്യുന്നതായിരിക്കത്തില്ല. പക്ഷേ മേബിലീൻ്റെ വിനായിലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിൻ്റെ ഒരു ഡ്യൂപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൂൺ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ, പക്ഷേ സെയിം ഡ്യൂപ്പ് എന്ന് എല്ലാവരും പറയണ ഒരു ഷെയ്ഡ് ഉണ്ട്. ഞാനും അത് ഓർഡർ ചെയ്തിട്ടുണ്ട്.
അത് വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് റിവ്യൂ ചെയ്ത് നോക്കാം എല്ലാവരും പറയുന്നത് സത്യമാണോ എന്ന്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് മേബിലിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും ട്രൈ ചെയ്യാത്തത്. ഒത്തിരി പേര് എന്നെ കമൻറ്റ് ചെയ്യാറുണ്ട്. എനിക്കറിയാം അത് കാണുമ്പം ഇതെന്താ എത്ര തവണ പറഞ്ഞിട്ടും ഈ പേഴ്സൺ എന്താ ട്രൈ ചെയ്യാത്തതെന്ന്. സോ ഇതുകൊണ്ടാണ് റീസൺ. അതുകൊണ്ടാട്ടോ ട്രൈ ചെയ്യാത്തത്. കിട്ടി മക്കളെ നമ്മുടെ 10 രൂപയുടെ ബീഫ് കട്ട്ലറ്റ്. വാപ്ചി ഇത് ഉച്ചക്കേ മേടിച്ചോണം വന്നാണ്. നമ്മുടെ വീട്ടിലെ ഫേവററ്റാണ് എല്ലാവരും. ഇതല്ലേ ഇതിനെന്തോരും ഇതല്ല കേട്ടോ. ബാപ്പ പഴത്തിൻ്റെ പപ്സ് കൊണ്ടുവന്ന പോലെ ഇതെന്ത് അവിയല്ലോ ടേസ്റ്റ്. ഇതല്ല, ഇത് വേറെ എന്തോണ് ഗൈസ്. കുഴപ്പമില്ല കഴിക്കാം. ഗൈസ് ആ കട്ട്ലറ്റ് ഇറ്റ് ഡിഡ്ന്റ് ഹിറ്റ് ദ സ്പോട്ട്. അപ്പം നമുക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന കപ്പപ്പുഴുക്കും മീൻകറിയും കുറച്ച് തൈരുമായിട്ട് കുഴച്ച് കഴിക്കാം. കപ്പ ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. തീർന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് ഒരു തുള്ളി കപ്പ ബാക്കിയുണ്ട്. ഞാൻ പിന്നെ അതൊരു കറിയും തൈരൊക്കെ കൂടി ഇട്ടിട്ട് പോരാം. ഗൈസ് ഞാനപ്പോൾ ഇതേ നമ്മുടെ ചട്ടിക്കകത്തോട്ടേക്ക് കുറച്ച് ചോറ് മീൻകറിയും കൂടി ഇട്ട് തൈരും ഇട്ട്, കാരണം കപ്പ കുറച്ചേ ഉള്ളൂ, അത് മാത്രം കഴിച്ചാൽ എൻ്റെ വിശപ്പ് അങ്ങോട്ട് അടങ്ങത്തില്ല ഗൈസ്. എന്താ ചെയ്യാനാ. അപ്പം കപ്പയും ചോറും എല്ലാം കൂടി ഈ ചട്ടിക്കകത്തിട്ട് കഴിക്കണം. ചട്ടിയിലിപ്പോൾ കഴിച്ചിട്ട് കുറേ നാളായി തോന്നുന്നു. നോമ്പിൻ്റെ സമയത്ത് എൻ്റെ പൊന്ന് ഗൈസ് ഉമ്മ അത്താഴത്തിന് ഉണ്ടാക്കണ ചട്ടി വടിക്കണത് ഞാനായിരുന്നു. ഞാനിപ്പോൾ വീട്ടിലില്ലാത്തത് കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളും കഴിക്കണം കേട്ടോ. ചട്ടിക്കകത്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഫുള്ള് ഗുണമുള്ളത്. ആ കഴിക്കുമ്പോഴൊരു സുഖം എൻ്റെ സാറേ. ആ മുളകും ഉമ്മ നല്ല മാങ്ങിയിട്ടുണ്ടാക്കി അറിയാലേ. ആ മുളകൊക്കെ കൂടെ ഇട്ടങ്ങ് ഞവടി അങ്ങ് കഴിക്കണം ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് ചട്ടിക്കകത്ത് കഴിക്കുന്നത്. പ്രത്യേകിച്ച് കപ്പ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അതെ കുഴച്ച് ഒരു വലിയ ഉരുളെടുത്തിട്ട് ഇനി എന്ത് വേണം. കുറേ പേരോട് ഞാനിപ്പം കഴിക്കുന്നത് ഇടുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇടുന്നത്. ഓ ആ തൈരും ആ എരിവും ഒരു പീസ് മീനും ഉണ്ട്. അതും കൂടെ ഇങ്ങനെ പിച്ചി ഒരുപാടത്ത് എൻ്റെ ജീവിതം സഫലമായി. കാല് കുടുങ്ങി കാലുള്ളവർ തരാം. എനിക്കിനിയിപ്പം എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ ശനിയാഴ്ച ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ വരുമെന്ന് ആലോചിച്ച് എനിക്ക് ഇപ്പോൾ തന്നെ ടെൻഷനാണ് കേസ്. നിങ്ങളും ഇങ്ങനെ ചട്ടിക്കകത്തിട്ട് കഴിക്കണം കേട്ടോ. ഇതിപ്പോൾ കപ്പ ഉണ്ടാക്കിയ ചട്ടിക്കകത്താണ് ഞാൻ കഴിക്കണത്. ശരിക്കും മീൻകറി ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ അതിനകത്തിട്ട് കഴിക്കണം.
ഐഷ പുറത്ത് വരികയാണ് ഗൈസ്, ഉമ്മച്ചി അപ്പുറത്തും വരിക. സോ ബേസിക്കലി ഞാനിപ്പോൾ ഹോം അലോണാണ്. അപ്പോൾ സൈലബ് ഇവിടെ ആലോചിക്കുന്നവരുണ്ടാവും, ഇന്നലത്തെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിലും സൈലബ് കാസർഗോഡ് പോയിരിക്കുകയാണ് എന്തോ സ്പോർട്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ വീട്ടിലോട്ട് എത്തുന്നതിന് മുന്നേ പോയി ഗൈസ്. അവളെ കാണാൻ പറ്റിയില്ല. അപ്പോൾ തിങ്കളാഴ്ച ഇൻഷാല്ലാ വരുമെന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. വെള്ളം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. വെള്ളം എടുത്തിട്ട് വരാം. വെള്ളം കിട്ടി ഗായ്സ്. വെള്ളം കുടിക്കാൻ വേണ്ടി മറക്കല്ല കേട്ടോ. ഞാൻ എപ്പോഴും വിട്ടോ, ഫുഡ് കഴിക്കും മാത്രം വെള്ളം കുടിക്കത്തുള്ളൂ, എപ്പോഴും വിട്ടു. അപ്പം ഞാൻ ഇത് കഴിച്ച് ഇതും കഴുകി വെച്ചിട്ട് വരാം ഗൈസ്. ഞാൻ എൻ്റെ ഫുഡൊക്കെ പോയി കഴിച്ചു. ഇപ്പോഴാണ് എൻ്റെ മനസ്സും എൻ്റെ വയറും മൊത്തമായിട്ട് നിറഞ്ഞത്. ആ ഒരു സന്തോഷത്തിൻ്റെ മുഖത്ത് കാണാൻ പറ്റില്ലേ? കണ്ടു. സോ ഹാപ്പി. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പോയി നെറ്റ്ഫ്ലിക്സിനകത്ത് എന്താണ് ഞാൻ ഇപ്പോൾ കണ്ടുപിടിക്കുന്ന ഒരു കൊറിയൻ ഡ്രാമ ആട്ടോ, A Dose of Sunshine. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയട്ടോ. കൊള്ളാട്ടോ ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മുടെ ഈ മെൻ്റൽ ഇഷ്യൂസ് ഒക്കെ ഇല്ലേ, ലൈക്ക് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡ്രാമയാണെന്ന് എനിക്ക് ഇപ്പോൾ 3rd എപ്പിസോഡ് കണ്ടായിട്ടുള്ളൂ. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, നിങ്ങളും പോയി കണ്ടോ കേട്ടോ. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഞാനത് കണ്ടതിന് ശേഷം ബാക്കി പറഞ്ഞുതരാം. മേബെലീൻ പിന്നെ അതുപോലെ ലോറിയൽ അതൊക്കെ മാത്രമല്ല, മറ്റേ ലാക്മി ഇല്ലേ, അതും ബോയ്ക്കോട്ട് ലിസ്റ്റിലുള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്നോട് ലാക്മിയുടെ കുറേ റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ ലാക്മിയുടേത്, പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം അത് കഴിഞ്ഞ ശേഷം ഞാൻ അറിയുന്നത് ലാക്മി ബോയ്ക്കോട്ട് ലിസ്റ്റിലുള്ളതാണെന്ന്. സോ ലാക്മിയുടെ പ്രൊഡക്ട്സ് ഒന്നും ട്രൈ ചെയ്യുന്നതായിരിക്കത്തില്ല. സോറി ഗൈസ്. ഞാൻ കമൻറ്റ് കാണാറുണ്ട്, പക്ഷേ അതിന് റിപ്ലൈ ചെയ്യാത്തതും മേടിക്കാത്തതും ബിക്കോസ് ബോയ്ക്കോട്ട് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടാണ്. അതല്ലാത്ത കുറേ ബ്രാൻഡുകളാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐഷ വളരെ തിരക്കാണ്. ഇപ്പോൾ തിരിച്ച് പിന്നെയും പോകും. ഞാനിവിടെ കാലിൽ നീട്ടി വെച്ചിരിക്കുന്നുണ്ടോ? ഐഷ ഗ്രിൽഡ് ചിക്കൻ കഴിക്കാൻ പോവാണ് ഗൈസ്. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകണം. എന്നിട്ട് എനിക്ക് വരുമ്പോൾ ചിക്കൻ കൊണ്ടുവരും. ഇല്ലേ? കൊണ്ടുവരണം. ഞാൻ വിഷമിക്കും. ഞാൻ പ്രതീക്ഷിച്ചിരിക്കും ഇവിടെ. തരുമായിരിക്കും അല്ലേ ഗൈസ് എനിക്ക് ഒരു ചിക്കൻ? നിങ്ങൾ കുറച്ച് നേരം കൂടെ കാത്തിരുത്, ഫുൾ വീഡിയോ കാണണം ഗൈസ്. ഗ്രില്ല് ചിക്കൻ കിട്ടിയോ ഇല്ലയോ? ക്വസ്റ്റ്യൻ മാർക്ക് ഗൈസ്. നമ്മളിങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടിരുന്നതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ ലോ ആയിട്ട് ഫീൽ ചെയ്യത്തില്ലേ? അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ഗൈസ്. എനിക്ക് എപ്പോഴും ഉണ്ടാവും. ഞാൻ ഭയങ്കര ആക്റ്റീവായിരിക്കും, പക്ഷെ പെട്ടെന്ന് ഞാൻ ലോ ആവും. നമുക്കിന്ന് രാത്രി എന്താണെന്നറിയോ? നിങ്ങൾ ഞെട്ടും. ഇന്ന് കപ്പയും ഇറച്ചിയുമാണ്. ഐശ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷേ അവളുടെ ഒരു പാർട്ടിക്ക് പോയിരിക്കുകയാണ് ഗൈസ്, മറ്റേ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന പാർട്ടി. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുന്നിട്ട് നിന്ന് അവളുടെ കപ്പ ഇറച്ചി തിന്നുന്നതായിരിക്കും എന്ന് ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ്. അപ്പം ബാക്കി ഞാൻ കാണിച്ചു. എൻ്റെ ഗൈസ്, ഇന്ന് രാത്രിത്തെ ഭക്ഷണത്തിനെ കുറിച്ച് ഞാൻ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും വാക്കുകൾ പോരാ എന്ന് പറയുന്ന പോലെ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ആ തൈര് സാലഡും ആ ബീഫിൻ്റെ കപ്പയും കൂടെ അങ്ങോട്ട് കുഴച്ചൊരു കഴിച്ചപ്പോണ്ടല്ലോ ഗൈസ്, ലിറ്ററൽ സ്വർഗം. എൻ്റെ കണ്ണിങ്ങനെ മൊത്തം പുറത്തേക്ക് ഇപ്പോൾ വീണേ. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പ്ലേറ്റ് അങ്ങോട്ട് എടുക്കുന്നു അങ്ങോട്ട് എടുക്കുന്നു അത്രയ്ക്ക് സന്തോഷമായിരുന്നു ഗൈസ്. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കടയിൽ വാങ്ങണ പോലെ അല്ല കേട്ടോ വീട്ടിലുണ്ടാക്കണം ഗൈസ്. ഞാൻ അതേ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇനി ഞാൻ നെറ്റ്ഫ്ലിക്സ് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഇന്ന് വൈകുന്നേരം പറഞ്ഞ ആ സീരീസില്ലേ, അത് കണ്ടുകൊണ്ട് കിടക്കും. അപ്പോൾ അത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോസ് എല്ലാവരും പോയിരുന്ന് കാണണം. അപ്പോൾ ഓക്കെ, ബൈ.